നിങ്ങൾ ഇവിടെ അടുത്തുള്ള ആളല്ലേ? ഈ അമ്മയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആരും തയ്യാറല്ല? അടുത്തുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ ആ ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോഴും വീട്ടിൽ നിൽക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അപ്പോൾ മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ട് അവർ വീണ്ടും ഇറങ്ങി ആ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പ്രദേശവാസികളെന്നുള്ള രീതിയിൽ ഞങ്ങളൊരു കുട കൊടുത്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ പറ്റുന്ന ഒരു കെയർ ഹോമിലേക്കോ അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമിലേക്കോ ഇവരെ മാറ്റേണ്ടതാണ്. ഇപ്പോൾ ഈ വീട് ഈ തീ അണയ്ക്കാൻ വേണ്ടി എത്തിയ ഫയർഫോഴ്സോ പോലീസോ ആരും കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല? അല്ല, പോലീസും ഫയർഫോഴ്സിലും ചേർന്ന് ഇവരെ അടുത്ത ബന്ധുവിനെ ഏൽപ്പിച്ച് വിടുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന സാഹചര്യമില്ല. അത്രയ്ക്ക് മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇറങ്ങി ഇവിടെ നിൽക്കുന്ന സാഹചര്യമാണ്. അതായത് ഈ മാനസിക വിഭ്രാന്തിയുള്ളതാണ് പോലീസിന് അറിയായിരുന്നു. ജനപ്രതിനിധികൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ജനപ്രതിനിധികൾ ആരും എത്തിയിട്ടില്ല, നിലവിൽ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ഇനിയും അറിയിക്കാം. ഹിമ ഏറ്റവും എടുത്ത് പറയേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8:30 മണിയോട് കൂടി നടന്ന സംഭവമാണ്. ഈ കാണുന്ന ഈ വഴിയിലാണ് ഈ അമ്മയുടെ വീട് എന്ന് പറയുന്നത്. ഈ ഒരു വഴിയിൽ കൂടി ഏകദേശം ഒരു 50 മീറ്ററോളം നമുക്ക് നടന്നാൽ മാത്രമേ ഈ അമ്മയുടെ ചെമ്പഴന്തി ഉദയൻ വാർഡ് കൗൺസിലർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചെമ്പഴന്തി ഉദയൻ, താങ്കൾ അറിഞ്ഞു കാണുമല്ലോ, അവിടെ മാനസിക വിഭ്രാന്തിയുള്ള ഒരു മകൻ വീടിന് തീ കൊളുത്തി, വീട് പൂർണ്ണമായും കത്തി നശിച്ചു. അതിനുശേഷം ആ അമ്മ പെരുമഴയത്ത് വീടിന് പുറത്തങ്ങനെ കാവൽ നിൽക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടെ പോകണമെന്നറിയില്ല. എന്താണ് ഒരു പരിഹാര മാർഗമുള്ളത്? താങ്കൾ അവിടെ എത്തിയിരുന്നോ? അല്ല, ഞാൻ അവിടെ സ്പോട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ തിരക്കി തൊട്ടടുത്തുള്ളവർ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ തിരുവനന്തപുരത്തില്ലായിരുന്നു, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പറഞ്ഞത് അവിടെ അമ്മ വേറെ ബന്ധുവിന്റെ വീട്ടിൽ നിൽക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. മകൻ മാനസിക വിഭ്രാന്തിയുള്ള ആള് തന്നെയാണ്. കാവൽ നിൽക്കുകയാണ്. എന്തേ? ഇപ്പോഴും അവർ ആ പെരുമഴയത്ത് ഗേറ്റിന് പുറത്തങ്ങനെ കാവൽ നിൽക്കുകയാണ്. ഇതുവരെയും എവിടേക്കും പോകാൻ സമ്മതിച്ചിട്ടില്ല. സമയത്ത് അവരവിടെ ഇല്ലായിരുന്നു, ബന്ധുവിന്റെ ഏതോ അകന്ന ബന്ധുവിന്റെ വീട്ടിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, ഇപ്പോൾ എന്താണ് ഒരു പരിഹാര മാർഗമുള്ളത്? അവരിപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്, മറ്റെവിടേക്കും പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഷെൽട്ടർ ഹോമിലേക്ക് അങ്ങനെ എന്തെങ്കിലും മാറ്റാനുള്ള ഒരു സജ്ജീകരണമുണ്ടോ? പരിസരത്തുള്ള ബന്ധുക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വീട്ടിലൊരു പോവില്ല. നേരത്തെ അങ്ങനെ തന്നെയാണ്, ഒരൊറ്റപ്പെട്ട ജീവിതമാണ്. നമ്മുടെ എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചാൽ അത് നിരസിക്കുക. കുറെ കാലമായി അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. മാറ്റുക എന്നുള്ളത് മാത്രമല്ലേ ഒരു പരിഹാരമായിട്ടുള്ളൂ. ഇപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതെ, നമ്മളെ ഇപ്പോ അവിടെ അവിടെ അടുത്തുള്ള ഒരാളുമായി ബന്ധപ്പെട്ടുണ്ട്. അമ്മയെ നമുക്ക് വേണ്ട രീതിയിൽ അടുത്ത് നിന്ന് നമുക്കൊരു അഭയം കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആരോടും സംസാരിക്കാനൊന്നും തയ്യാറാവുന്നില്ല. ശരി, ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? മകന് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരി, അവർക്ക് മറ്റു ബന്ധുക്കളൊന്നും അടുത്തില്ല അല്ലേ? അടുത്തുണ്ട്, പക്ഷെ ആരുമായും അങ്ങനെ ഒരു ബന്ധം അവർ പുലർത്തുന്ന ആളുകളല്ല. ശരി, താങ്കൾ ഇപ്പോൾ അവിടെ ഒരു അടുത്തൊരാളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ആ അമ്മയെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? മാറ്റാനുള്ള ശ്രമം തന്നെയാണ് ഇന്നുണ്ടാവും. ഇന്ന് അവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ അതൊക്കെ പരിഗണന. അതായത് എവിടേക്കാണ് മാറ്റുക? ബന്ധുവീട്ടിലേക്ക് തന്നെയാണോ, അതോ ഷെൽട്ടർ ഹോമിലേക്കാണോ, അയൽവാസിയുടെ വീട്ടിലേക്കാണോ? എങ്ങനെയാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്? അത് അയൽക്കാരായിട്ടുള്ള ഒരു ആള് തന്നെയാണ് അവരെ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. സംസാരിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് അറിയാൻ പറ്റും. പക്ഷെ ആരെയായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്? അയൽവാസി എന്ന് പറയുമ്പോൾ പേരെന്തായിരുന്നു? അത്തരം വിവരങ്ങൾ അവർ തൊട്ടടുത്തുള്ള ഒരു ബന്ധുവാണ്. ശരി, ബന്ധു തന്നെയാണല്ലേ? ബന്ധു തന്നെയാണ്. ശരി, തീർച്ചയായും വളരെയധികം നന്ദി. ചെമ്പഴന്തി ഉദയൻ വാർഡ് കൗൺസിലറാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചത്. ജിബിൻ JB സംഭവ സ്ഥലത്ത് തുടരുന്നുണ്ട്. ജിബിൻ, നമ്മളോടിപ്പോൾ വാർഡ് കൗൺസിലർ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ അമ്മയെ മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, അയൽവാസിയായ ഒരാളുമായി സംസാരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷെ അമ്മ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? ഹിമ, അത് തന്നെയാണ്. അതായത് ഈ വീട്ടിന് പൂർണ്ണമായി തീ കത്തി നശിച്ചതോടെ ഇവിടെ എത്തിയ പോലീസാണ് സമീപത്തുള്ള ഒരു ബന്ധുവിൻ്റെ സമീപവാസിയായ ഒരാളുടെ വീട്ടിൽ ഈ അമ്മയെ കൊണ്ടാക്കിയത്. പക്ഷേ ഈ മകന്, നേരത്തെ സൂചിപ്പിച്ച പോലെ മകനുള്ളതുപോലെ തന്നെ ചെറിയൊരു മാനസിക പ്രശ്നം അമ്മയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മ ഇപ്പോൾ ആ ഒരു വീട്ടിൽ നിൽക്കാൻ തയ്യാറാകാതെയാണ് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിലെത്തി വീട് പൂർണ്ണമായി കത്തി നശിച്ചതുകൊണ്ട് ഈ വഴിയരികിൽ ഈ സമീപത്തുള്ള ആളുകൾ കൊടുത്ത ഒരു കൊടയും ചൂടിക്കൊണ്ട് അവർ അവിടെ നിൽക്കുന്നത്. ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ അല്ലെങ്കിൽ പോലീസോ സ്ഥലത്തെത്തി ഈ അമ്മയെ മറ്റേതെങ്കിലും ഒരു സേഫായിട്ടുള്ള ഒരു ഷെൽട്ടറിലേക്ക്, ഏതെങ്കിലും ഒരു കെയർ ഹോമിലേക്കോ എന്തെങ്കിലും മാറ്റുക എന്നുള്ള ഒരു പോംവഴി മാത്രമേ ഇവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം മാനസികമായ വലിയൊരു ആ ഒരു നിലയിലല്ല അമ്മ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് പോലെ ഒരു സമീപത്തുള്ള ആളുടെ വീട്ടിൽ പോയി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ബന്ധു വീട്ടിൽ പോയി നിൽക്കാനോ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ആ അമ്മ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും എത്തിക്കൊണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ പോലീസോ ആരെങ്കിലും എത്തിക്കൊണ്ട് ഈ അമ്മ ഇവിടെ നിന്ന് കൃത്യമായി ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത്. ഈ 8:30 മണിയോട് കൂടിയാണ് ഈ അമ്മയുടെ മാനസിക വിഭ്രാന്തിയുള്ള മകൻ വീടിന് തീയിട്ടത്. വീട് കത്തുന്നത് കണ്ട മകൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അത്